നിങ്ങളുടെ ഇന്നലത്തെ കണ്ടീഷൻ അല്ല നിങ്ങളുടെ വില, നിങ്ങളുടെ ഇന്നത്തെ കണ്ടീഷനും അല്ല നിങ്ങളുടെ വില. നിങ്ങളുടെ മേലൊരു പ്രോമിസ് കിടപ്പുണ്ട്. ആ പ്രോമിസാണ് നിനക്ക് വിലയിടുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തമാണ് നിന്റെ വില. സഹോദരന്മാർക്ക് അപ്പവും മലരുമായി ശേഖേമിൽ നിന്ന് ദോദാനിലേക്ക് കടന്നു വരുന്ന യോസെഫിന് 20 വെള്ളിക്കാശ ചേട്ടന്മാര് വിലയിട്ടത്. പക്ഷെ സ്വർഗം അവന് വിലയിട്ടത് ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി എന്നുള്ള വിലയാ. നിന്റെ വില എന്ന് പറയുന്നത് നിന്റെ ഇന്നത്തെ കണ്ടീഷൻ അല്ല, ഇന്നത്തെ നിന്റെ സിറ്റുവേഷൻ അല്ല, നിന്റെ അപ്പൻ ആരാണെന്നോ നിന്റെ അമ്മ ആരാണെന്നോ നിന്റെ വീട് ആരാണെന്നുമുള്ളതല്ല. നിന്റെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്, നിന്റെ മേലൊരു പ്രോമിസ് കിടപ്പുണ്ട്. നിന്റെ ഫ്യൂച്ചർ, നിന്റെ ഭാവി, അതാണ് നിന്റെ വില. നീ ആരായിരുന്നു എന്നുള്ളതല്ല നിന്റെ വില, നീ ആരാകുമെന്നുള്ളതാ നിന്റെ വില. ഏത് രാജ്യത്ത് ജനിച്ചു എന്നുള്ളതല്ല നിന്റെ വില, നീ ഏത് രാജ്യത്തിൽ എത്തിച്ചേരുമെന്നുള്ളതാ നിന്റെ വില. നീ പഠിച്ച സ്കൂൾ ഏതാണെന്നുള്ളതല്ല നിന്റെ വില, നീ ഏത് പൊസിഷനിൽ ഇരിക്കുമെന്നുള്ളതാ നിന്റെ വില. യുവർ പ്രോമിസ് ഈസ് ദ പ്രഷ്യസ്നെസ് ഓഫ് യുവർ. നിന്റെ ഇന്നിന്റെ അവസ്ഥകൾ തകർന്ന് തരിപ്പണമായതായിരിക്കാം, പക്ഷേ നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പർപ്പസ് കിടപ്പുണ്ട്. ഗിദെയോന്റെ അപ്പൻ യോവാശ് അന്യദേവനെ ആരാധിക്കുന്നവനായിരുന്നു. പക്ഷേ അപ്പന്റെ അമ്മയുടെ ലേവലിലല്ല ദൈവം അവരെ മാനിച്ചത്. അവരുടെ മേൽ വീണ വാഗ്ദത്തം, അവരുടെ മേൽ വീണ അഭിഷേകം, അവരുടെ മേൽ വീണ നിയോഗം. യേശു ജനിച്ചത് കൊട്ടാരത്തിലല്ല, യേശു ജനിച്ചത് 4 തലമുറയായി പാസ്റ്റർമാരായവരുടെ വീട്ടിലല്ല. യേശു ജനിച്ചത് പട്ടത്വത്തിന്റെ മകുടോദാഹരണത്തിൽ നിൽക്കുന്ന 4 കന്യാസ്ത്രീമാരും 5 പുരോഹിതന്മാരുമുള്ള വീട്ടിലല്ല, ഒരാശാരിയുടെ വീട്ടിലാണ് യേശു ജനിച്ചത്. പക്ഷെ കിടക്കുനിന്ന് വിദ്വാൻമാർ വന്നു. കാരണം യേശു ജനിച്ച വീട് കണ്ടിട്ടല്ല, അവന്റെ മേലുള്ള വാഗ്ദത്തം, അവന്റെ മേലുള്ള നിയോഗം. നിന്റെ ഇന്നിന്റെ സാഹചര്യമല്ല നിനക്ക് വിലയിടുന്നത്. നിന്റെ ഭാവിയെ കുറിച്ച് സ്വർഗമിട്ട പ്രഖ്യാപനങ്ങൾ